പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് പറയേണ്ടത് വിശാഖ നക്ഷത്രമാണ്. അനേക നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വളരെ നല്ല സ്വീകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ വിശാഖം നക്ഷത്രം മുറിനാളാണ്. വിശാഖത്തിന്റെ മുക്കാല് തുലാക്കൂറിലും കാൽഭാഗം വൃശ്ചികക്കൂറിലും വരുന്നു. അതാണ് വിശാഖത്തിന്റെ പ്രത്യേകത. അസുരനാളാണ്, ഊണുനാളല്ല, മുഹൂർത്ത നക്ഷത്രം അല്ല. വിശാഖം നക്ഷത്രം ആകാശവീതിയിൽ 9 നക്ഷത്രങ്ങളുടെ കൂട്ടമായിട്ട് വട്ടക്കിണർ പോലെ കാണപ്പെടുന്നു എന്നെല്ലാമാണ് പറയുന്നത്. ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത് എല്ലാ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുമ്പോഴും പറയാറുണ്ട്. കാരണം ഇതെല്ലാം ടെലസ്കോപ്പിന്റെ സഹായം കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ മാത്രമോ ഈ നക്ഷത്രങ്ങളുടെ സ്ഥിതിഗതി കാണാൻ പറ്റും. അപ്പോ ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ മൃഗം സിംഹമാണ്. സിംഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സിംഹ സ്വഭാവം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. ഇവർ പൊതുവിൽ ശാന്തരായിരിക്കും. സിംഹം ശാന്തനാണ്. സിംഹം ക്രൂരമൃഗമാണെങ്കിലും സദാസമയം അവൻ ശാന്തനായിട്ട് എവിടെയെങ്കിലും കിടക്കായിരിക്കും. അവന്റെ മുമ്പിൽ കൂടി പോണ കാര്യങ്ങളും ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ണിറുക്കി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. വിശപ്പ് ബാധിക്കുമ്പോഴോ അതിനെ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് കാണുമ്പോൾ മാത്രമാണ് സിംഹം തടപടഞ്ഞെഴുന്നേൽക്കും, ചാടി അടിക്കും. അതിപ്പോ ആനയായാലും പുലിയായാലും പോത്തായാലും ആരായാലും സിംഹം അടിച്ചു വീഴ്ത്തും. അല്ലാത്ത രീതിയിൽ അവൻ 90% പരമശാന്തനാണ്. അപ്പൊ സിംഹത്തിന്റെ സ്വഭാവം ഈ വിശാഖം നാളുകാർക്കുണ്ട്. ഇത് സുബ്രഹ്മണ്യന്റെ നാളാണ്. സുബ്രഹ്മണ്യൻ ഇതുപോലെയാണ്. സുബ്രഹ്മണ്യൻ ജനിച്ചപ്പോൾ കാമദേവൻ നാണിച്ചോടിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം സൗന്ദര്യം. ഈ സുന്ദരനായ കുട്ടിയെ കണ്ട് കാമദേവൻ സ്ഥലത്തുനിന്ന് മാറിക്കളഞ്ഞു. കാരണം അവന്റെ ഭംഗി, അവന്റെ ചേതോഹാരിത. എന്നതുപോലെ വിശാഖ നക്ഷത്രക്കാരെല്ലാം നക്ഷത്രക്കാരികളും സുന്ദരന്മാരോ സുന്ദരികളോ ആണ്. പക്ഷെ ഇവരുടെ സ്വഭാവ വിശേഷം ഇതാണ്. പരമശാന്തന്മാരായിരിക്കുമെങ്കിലും അവര് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സിംഹത്തെ പോലെ കടിച്ചു കീറുകയും അടിച്ചു വീഴ്ത്തുകയും ചെയ്യും. വിശാഖ നക്ഷത്രത്തിൽ ഒരുപാട് ജനനമുണ്ട്. ഞാൻ സുബ്രഹ്മണ്യന്റെ നക്ഷത്രമാണെന്ന് തറപ്പിച്ച് പറഞ്ഞു. പൂയം പറഞ്ഞപ്പോഴും ഞാൻ വിശാഖത്തെ കുറിച്ച് പരാമർശിച്ചിരുന്നു. വൈശാഖൻ എന്നുള്ള പേരൊക്കെ സുബ്രഹ്മണ്യന് വന്നിരിക്കുന്നത് വിശാഖ നക്ഷത്രമായതുകൊണ്ടാണ്. നമ്മുടെ മഹാനടൻ മമ്മൂട്ടി വിശാഖ നക്ഷത്രമാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ ഞാൻ വർണ്ണിക്കാൻ പോകുന്നില്ല. ഞാൻ മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരുമിച്ച് പഠിച്ച ആളാണ്. ഇതെന്നെ അറിയില്ല. അന്ന് ഞാനറിയും, ഇങ്ങോട്ടറിയും. പക്ഷെ ഇന്നിപ്പോ നമ്മളെ അറിയില്ല. കാരണം അങ്ങനെയാണല്ലോ ജീവിതത്തിന്റെ ഗതി. അദ്ദേഹത്തിന്റെ നക്ഷത്രം വിശാഖമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ വിശാഖ നക്ഷത്രക്കാരുടെ സ്വഭാവഗതി, ഈ സിംഹത്തിന്റെ സ്വഭാവം സാധാരണഗതിയിൽ ഇവർ കാണിക്കും. പരമശാന്തത. അതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവര് അഗ്നിപർവ്വതം പോലെ ചാടി പൊട്ടി തെറിച്ച് വല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കും. ദേഷ്യം, കോപം. സുബ്രഹ്മണ്യനും അതെ, മുൻകോപിയാണ്. സ്നേഹിക്കുന്നവർക്കും ആരാധിക്കുന്നവർക്കും ആനന്ദമൂർത്തിയായിട്ട് വർത്തിക്കുകയും ഇടഞ്ഞാൽ കുലം മുടിച്ചു കളയുകയും ചെയ്യുന്ന ആളാണ് സുബ്രഹ്മണ്യൻ. അപ്പോ ഈ സ്വഭാവം വിശാഖ നക്ഷത്രക്കാർക്കുണ്ട്. ഭിന്ന സ്വഭാവവും ഇവർക്കുണ്ട്. കാരണം തുലാക്കൂറിലും വൃശ്ചികക്കൂറിലും പെടുന്നു എന്ന് പറയുമ്പോൾ തുലാം ശുക്രന്റെ ക്ഷേത്രവും വൃശ്ചികം ചൊവ്വയുടെ ക്ഷേത്രവുമാണ്. ശുക്രന്റെ സ്വഭാവമല്ല ചൊവ്വയ്ക്കുള്ളത്. ശുക്രൻ സൗന്ദര്യമൂർത്തിയാണ്, രതികലയുടെ ആചാര്യനാണ്, സുഖഭോഗങ്ങളുടെയും സംഗീതത്തിന്റെയും സ്വർണത്തിന്റെയും എല്ലാത്തിന്റെയും കാരകനാണ് ശുക്രൻ. അതുപോലെ ചൊവ്വ അങ്ങനെയല്ല. ചൊവ്വ ക്ഷത്രിയ കലയാണ്, യുദ്ധവീരനാണ്, അതുപോലെ ഭൂമിയുടെ ഉടമസ്ഥനാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിന്റെ അതിദേവത സുബ്രഹ്മണ്യനുമാണ്. അപ്പൊ ഈ ഭിന്ന സ്വഭാവം വിശാഖ നക്ഷത്രക്കാർക്ക് സർവ്വസാധാരണമായിട്ട് കാണും. ഒരു വിശാഖത്തിന്റെ സ്വഭാവമല്ല മറ്റൊരു വിശാഖത്തിന്റെ. ഇതെന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇതിന് കാരണം ഒന്ന് വിശാഖം തുലാക്കൂറും ഒന്ന് വൃശ്ചികക്കൂറും ആയിരിക്കും. 2 കൂറുകാരായിരിക്കും ഇവര്.
അതാണ് ആ സ്വഭാവത്തിന്റെ വ്യതിയാനം വരുന്നത്. ഒരേ നക്ഷത്രക്കാർ രണ്ട് സ്വഭാവക്കാരെ കാണുന്നു എന്നൊക്കെ പറയുന്നത് ഈ ശാസ്ത്രം തെറ്റാണെന്ന് സ്ഥാപിക്കാനായിട്ട് പല ആളുകളും ശ്രമിക്കാറുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ പറയണ്ടല്ലോ, ഇത് എന്താണ് ഇങ്ങനെ? ഇത് കാരണം ഇതാണെന്ന് ഞാൻ വ്യക്തമാക്കുകയാണ്. അപ്പൊ ഇതിന്റെ മൃഗം സിംഹമാണ്. ആ സിംഹവും സിംഹ സ്വഭാവവും മറ്റു കാര്യങ്ങളും ഒക്കെ വർണ്ണിച്ചു കഴിഞ്ഞാൽ വൃക്ഷം വയ്യങ്കരം എന്ന് പറയുന്ന സാധനമാണ്. ഗണം അസുരനാണ്. അസുരഗണത്തിലാണ് ജനനം. വിശാഖം നക്ഷത്രം. അതുപോലെ സ്ത്രീ നക്ഷത്രമാണ്, പുരുഷ നക്ഷത്രമല്ല, സ്ത്രീ നക്ഷത്രം. യോനി ക്ഷമിക്കണം, യോനി പുരുഷ യോനിയാണ്. സ്ത്രീ നക്ഷത്രമല്ല, പുരുഷ നക്ഷത്രമാണ്. പുരുഷ നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം. യോനി പുരുഷ യോനിയാണ്. പക്ഷി ഇതിന്റെ കാക്കയാണ്. അതുപോലെ ഭൂതം അഗ്നിയാണ്. ദേവത ഇന്ദ്രാണിയാണ്, ഇന്ദ്രാഗ്നിയാണ്. ഇന്ദ്രാണിയല്ല, ഇന്ദ്രാഗ്നിയാണ് ഇതിന്റെ ദേവത. ഇതെല്ലാമാണ് ഈ നക്ഷത്രത്തിന്റെ. ഇത് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുകയാണ്. പഞ്ചാംഗത്തിലുള്ള ഫലങ്ങളാണ് ഈ പറയുന്നത്. പഞ്ചാംഗത്തിൽ പക്ഷിമൃഗാദികൾ കൊടുത്തിരിക്കുക. അതിൽ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ടാവും. ഇനി വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് രോഹിണി, മകീരം, തൃക്കേട്ട, പൂരാടം, തിരുവോണം, മകം നക്ഷത്രക്കാരുമായിട്ട് വലിയ അടുപ്പമൊന്നും ഉണ്ടാവില്ല. ഇവര് അത്തരം നക്ഷത്രക്കാരുമായിട്ട് കൂട്ടുകച്ചവടങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വൈവാഹിക ബന്ധത്തിലോ ഏർപ്പെടാൻ ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെട്ടാൽ തന്നെ അത് നേരാവണ്ണം ആയിത്തീരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രണ്ട് കൂറിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർ പ്രായോഗിക ബുദ്ധിയുള്ള ആളുകളായിരിക്കും. പ്രാക്ടിക്കൽ ഇന്റലിജൻസ്, പ്രായോഗിക ബുദ്ധി. അവര് ഈ സ്വപ്ന ലോകത്തോ അല്ലെങ്കിൽ യുക്തിഭംഗമായിട്ടുള്ള ഈ ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും അവര് വശമതരാവില്ല. അവര് പ്രായോഗിക ബുദ്ധിയാണ്. അവര് തൊഴിൽ ചെയ്യുക, അവരുടെ കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്നാൽ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്യും. കേട്ടാൽ തന്നെ പ്രതികരിക്കാതിരിക്കുക. ഇതെല്ലാം അവർ കേൾക്കും, പക്ഷെ ഒന്നും പ്രതികരിക്കില്ല. അവര് ഒരക്ഷരം മിണ്ടാതെ പ്രായോഗിക ബുദ്ധിയുടെ ഉടമസ്ഥന്മാരാണ് ഇവര്. ഒരു ഈശ്വരവിശ്വാസികളാണ്. ഈശ്വരവിശ്വാസികളാണെങ്കിലും ഈശ്വരവിശ്വാസത്തെ കുറിച്ച് അവർ പ്രസംഗിക്കുകയോ ഘോരഘോരം എല്ലാ അമ്പലങ്ങളിലും കയറി ഇറങ്ങുകയോ അവർ ചെയ്യില്ല. അവർ ഏതെങ്കിലും ഒരു ഇഷ്ടദൈവത്തെ മുറുകെ പിടിക്കും. മുരുക്കുമുള്ളാണെങ്കിലും മുറുകെ പിടിക്കുക എന്നുള്ളൊരു സ്വഭാവമാണ് അവർക്ക് ഉള്ളത്. അതുപോലെ ഇവർക്ക് സൗന്ദര്യം. ഞാൻ സൗന്ദര്യത്തെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. സുബ്രഹ്മണ്യന്റെ കാര്യം പറഞ്ഞു. സുബ്രഹ്മണ്യന്റെ സൗന്ദര്യം, അത്രയും സൗന്ദര്യമുള്ള ഒരു മൂർത്തിയില്ലല്ലോ. അപ്പൊ സൗന്ദര്യം ആണിനും പെണ്ണിനും അവർക്ക് വളരെ കാര്യഗൗരവമായി ഉണ്ടാവുന്നതാണ്. മാതൃഗുണം പുരുഷനാണെങ്കിൽ ഇവർക്ക് ഉണ്ടാകില്ല. മാതാവിനോട് അവർക്ക് വലിയ കാര്യമായ അടുപ്പമൊന്നും ഉണ്ടാവില്ല. അതേസ്ഥാനത്ത് സ്ത്രീകൾക്കാണെങ്കിൽ മാതാവിനോട്, സ്ത്രീ വിശാഖമാണെങ്കിൽ മാതാവിനോട് അടുപ്പം ഉണ്ടാവും. ഇവർക്ക് പുരുഷന്മാർക്ക് പിതാവിനോടും സ്ത്രീകൾക്ക് മാതാവിനോടുമായിരിക്കും സാധാരണഗതിയിൽ. വിശാഖ നക്ഷത്രക്കാർക്ക് അടുപ്പം. സാധാരണഗതിയിൽ അത് മറിച്ചാണ് വരുന്നത്. പെൺകുട്ടികൾ അച്ഛനെ ഇഷ്ടപ്പെടും, ആൺകുട്ടികൾ അമ്മയെ ഇഷ്ടപ്പെടും. ഇവിടെ മറിച്ചാണ് സംഭവിക്കുന്നത്. 100-ൽ 90% കാണുന്നത് അങ്ങനെയാണ്. ചെറുപ്പത്തിലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവര് സ്വയം പര്യാപ്തം ആകാൻ ശ്രമിക്കും. അവരെ വഴി കൂടി പോകും. ആര് പറഞ്ഞാലും അനുസരിക്കില്ല. അവര് പഠിക്കുന്നത്, അവര് മുന്നോട്ട് പോകുന്നത്, അവരുടെ പ്രവൃത്തികള്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരുടേതായ ഇഷ്ടത്തിന്. സ്വയം പര്യാപ്തത എന്ന് പറയുന്ന വാക്കാണ് അവർക്ക് യോജിച്ചത്. അവര് മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊന്നുമല്ല കേൾക്കുക. അവർക്ക് അവരുടേതായ വഴിയുണ്ട്. ആ വഴി കൂടിയായിരിക്കും അവര് പോകുന്നത്. അതങ്ങനെ. പിന്നെ അവരുടെ ഒരു പ്രത്യേകത, പാരമ്പര്യത്തെ കുറിച്ചൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അത് ആയിരപ്പറ കൊയ്തിരുന്ന വീടാണ്, ആനയുണ്ടായിരുന്ന വീടാണ്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നൊന്നും അവർ പറയാൻ കൂട്ടാറില്ല. അവരുടെ കുടുംബത്തെ കുറിച്ച് തന്നെ പറയാൻ താല്പര്യപ്പെടില്ല. അവരുടെ കുടുംബത്തെ കുറിച്ച് ചോദിച്ചാൽ പറയുന്നല്ലാണ്ട് കുടുംബ മഹത്വത്തെ കുറിച്ചോ പാരമ്പര്യത്തെ കുറിച്ചൊന്നും അവര് സാധാരണഗതിയിൽ പ്രസംഗിച്ച് നടക്കാറില്ല. പിന്നെ ഇവരുടെ ശരീരപ്രകൃതി സാമാന്യം മികച്ച ശരീരപ്രകൃതിയാണ്. പോലീസ്, പട്ടാള വകുപ്പ്, NCC, നേവി, ഇതിലെല്ലാം ഈ നക്ഷത്രക്കാര് ശോഭിക്കാറുണ്ട്. കലാപ്രവർത്തനങ്ങളിലും ഇവരുണ്ട്. നടികള്, നടന്മാര്, നാടക നടികള്, സിനിമാ നടികള്, അതുപോലെയുള്ള ആളുകള്, അതുപോലെ കവികള്, കലാകാരന്മാര് എന്ന് വേണ്ട നാനാ സർക്കാർ ഉദ്യോഗം, ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം ഇവര് വളരെ
വളരെ ഭംഗിയായ രീതിയിൽ പെരുമാറുകയും വളരെ ഭംഗിയായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അവിടെയെല്ലാം അവരുടേതായ കർശന സ്വഭാവമുണ്ട്. കലാകാരന്മാരാണെങ്കിലും ഇന്ന ഷോട്ട് ഇന്ന സമയത്ത് എടുക്കാന്ന് പറഞ്ഞാൽ അയാൾ വന്നോളന്നില്ല. ഒരു നടനാണെങ്കിൽ തന്നെ അയാളുടെ സൗകര്യത്തിനായിരിക്കും വരുന്നത്. അതനുസരിച്ച് കൃത്യമായ ജോലി ചെയ്യുകയും ചെയ്യും. 8 മണിക്ക് ഇന്ന് ഇന്ന കാര്യം ആരംഭിക്കണമെന്ന് പറഞ്ഞാൽ അവർ 7:55 അവിടെ എത്തിയിട്ടുണ്ടാവും. ഒരു സമയം വൈകിക്കില്ല, കൃത്യനിഷ്ഠയുണ്ട്. പക്ഷെ മറ്റുള്ളവർ സമയം വൈകിക്കുകയോ മറ്റുള്ളവരാൽ ഇവരെ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്താൽ ഇവർ സിംഹത്തെ പോലെ ചാടി എഴുന്നേൽക്കുകയും ചെയ്യും. അതുപോലെ രോഗഭീതി ഇവർക്ക് കുറവായിരിക്കും. ഇവർക്ക് വരാവുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായ രോഗം, ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, ഈ വെരിക്കോസ് വെയിൻസ്, അതുപോലെ മറ്റ് പല രോഗങ്ങൾ, ദന്തരോഗങ്ങൾ, ഇതെല്ലാമാണ് ഇവർക്ക് വരാവുന്ന രോഗം. ഇവർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അന്നദാനം ചെയ്യുക, അന്നദാനത്തിന് ആളുകൾക്ക് അന്നദാനം ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അതിനോട് അവർക്ക് താല്പര്യം കൂടും. അന്നദാനത്തിനോട് അവർക്ക് വളരെ പ്രിയമാണ്. അത്തരം കാര്യങ്ങളാണ് അവരുടെ വഴിപാടുകളും അവരുടെ കാര്യങ്ങളും. അല്ലാതെ ഭണ്ണാരത്തിൽ വഴിപാട് ഇട്ട് തലക്കുഴിഞ്ഞ് ശാപം മേടിക്കാനൊന്നും അവർ പോകില്ല. അവര് പറയും, അവർ പ്രാക്ടിക്കലാണ്. അവരുടെ കാര്യങ്ങളിൽ അവർ വളരെ കുശാഗ്ര ബുദ്ധികളും പ്രാക്ടിക്കലുമാണ്. വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, അങ്ങനെ മുതലായ കാര്യങ്ങളാണ് അവരുടെ വഴിപാടുകൾ. അതിനോടാണ് അവർക്ക് താല്പര്യം. മദ്യം, അതുപോലെ സ്ത്രീ മുതലായ വിഷയങ്ങൾ പുരുഷന്മാരും അതേ നാണയത്തിൽ തന്നെ സ്ത്രീകളും തൽപരരാകുന്നു എന്ന ഒരു ഡിഫക്റ്റും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാതിരിക്കാൻ തരമില്ല. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ വിശാഖ നക്ഷത്രത്തിന്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് സൂചിപ്പിക്കാം. ഈ നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം സാമാന്യം സംതൃപ്തമായിരിക്കും. ഭാര്യ ഭർത്തൃ ബന്ധത്തിലും കുടുംബം കൊണ്ടുപോകുന്ന കാര്യത്തിലെല്ലാം അവർ വളരെ കർശനമായിരിക്കും. അങ്ങനെയല്ല, അവർക്ക് ഭയങ്കരമായ ക്ഷമാശീലമുണ്ട്. എന്തെല്ലാം ഭാരം അവരുടെ തലയിൽ ഏൽപ്പിച്ചാലും അവർ പറ്റില്ലെന്ന് പറയില്ല, അവര് അതിനെതിര് പറയില്ല, അവർ ആ കാര്യം നടത്തിയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. സ്ത്രീകളാണെങ്കിൽ ഉത്തമ കുടുംബിനികളും അവര് അവരുടേതായ വീടും പരിസരവും കൃത്യമായി സൂക്ഷിക്കാനും സാധന സൗകര്യങ്ങളെല്ലാം കൃത്യമായി ഒരുക്കി വെക്കാനും അതിനുശേഷം അവരുടെ ജോലി തീർത്തതിന് ശേഷം അവർ വിനോദങ്ങൾ, യാതൊരു കൺസെഷനും ഇല്ലാതെ അവര് വിനോദങ്ങളിൽ അവർ ഏർപ്പെടും. സിനിമയോ അല്ലെങ്കിൽ മൊബൈലോ ഗെയിംസോ അതുപോലുള്ള കാര്യങ്ങളെല്ലാം അവർ കണ്ടിരിക്കുക എന്നുള്ളത് അവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. പുരുഷന്മാർ അതേ സ്ഥാനത്ത് വളരെ ഒരു സർക്കാർ ജോലിക്കാരനായാലും കലാകാരനായാലും അവന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവൻ അത്യന്തം ശ്രദ്ധാലുവായിരിക്കും. ആ ശ്രദ്ധ അവൻ എപ്പോഴും വെച്ച് പുലർത്തുകയും ചെയ്യും. സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബ ഭരണം, മറ്റു കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യത്തിൽ അവർ വളരെ മനോവിഷമം അനുഭവിക്കുകയും കുട്ടികളെ വേണ്ട രീതിയിലാക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ട് എത്തിച്ചു നിർത്താനും അവർ പാടുപെടുകയും ചെയ്യും. കലാകാരന്മാരായ കുട്ടികളോ ഉള്ള ആളുകൾ, കുട്ടികളോ ഉള്ള സ്ത്രീകള് ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ വാശിയിൽ ഇവരെ മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും തല്ലി പഴിപ്പിച്ച് മുമ്പിൽ എത്തിക്കുകയും ചെയ്യാനായിട്ട് അഹോരാത്രം പണിയെടുക്കും. അതിനുവേണ്ടി അവർ ഏത് മാർഗവും അവലംബിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അവരുടെ കുട്ടികളെ അവർക്ക് മുമ്പിൽ നിർത്തണം, ആ കുട്ടികളിൽ നിന്ന് അവർക്ക് പേര് നേടണം എന്നുള്ള ആഗ്രഹക്കാരായിരിക്കും വിശാഖ നക്ഷത്ര സ്ത്രീകൾ. പുരുഷന്മാർ അത്രത്തോളം ഒന്നും പോവില്ല. അവർ വരുന്നതാണെങ്കിൽ വരട്ടെ, ഏതെങ്കിലും രീതിയിൽ അവർ നന്നായി വരട്ടെ എന്നൊക്കെ ചിന്തിച്ചാലും സ്ത്രീകൾ മറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ഇതാണ് ഇവരുടെ പ്രത്യേകത. ഇവര് ജനിക്കുന്നത് വ്യാഴദശയിലാണ്. ജനനം വ്യാഴദശയിലാണ്. അത് തന്നെ അതിന്റെ ഒരു പ്രത്യേകത ഗുണമാണ്. വ്യാഴദശയിൽ ജനിക്കുന്നു എന്ന് പറയുന്നത്. വ്യാഴത്തിന്റെ ശുഭത്വം നമുക്ക് എല്ലാവർക്കും അറിയാം. 9 ഗ്രഹങ്ങളിലും ഏറ്റവും ശുഭത്വമുള്ളവനും ഏറ്റവും രാജഗുണമുള്ളതും വ്യാഴത്തിനാണ്. ആ വ്യാഴദശയിലാണ് ഇവർ ജനിക്കുന്നത്. അപ്പൊ വ്യാഴദശ ചിലപ്പോ 16 കൊല്ലം വ്യാഴദശ എന്നുള്ളത് ചിലപ്പോ 10 കൊല്ലം കിട്ടാം, 5 കൊല്ലം കിട്ടാം, 2 കൊല്ലം കിട്ടാം, 1 കൊല്ലം കിട്ടാം, എത്ര വേണമെങ്കിലും കിട്ടാം. അപ്പൊ ബാല്യം സാമാന്യം ഇവരുടെ മികച്ചതായിരിക്കും. വലിയ കാര്യമായ ബുദ്ധിമുട്ടില്ലാതെ അവർ ബാല്യം കടന്നു. ആ ബാല്യദശാകാലം അവരെ സംബന്ധിച്ച് വ്യാഴദശ ആയതുകൊണ്ട് കാര്യഗൗരവമായ കുഴപ്പങ്ങളൊന്നും കൂടാതെ അവർക്ക് മുന്നോട്ട്. അത് കഴിഞ്ഞ് 19 കൊല്ലം ശനിദശ വരുന്നു. ആ ശനി നല്ലതാണെങ്കിൽ അവർക്ക് വളരെ ഗംഭീരമായിരിക്കും. അതല്ല ശനിദശ മോശമാണെങ്കിൽ പല്ല്,
അതുപോലെ തലമുടി കൊഴിഞ്ഞു പോവുക, അനേകം രോഗങ്ങൾ ഉണ്ടാകുക, പ്രശ്നങ്ങൾ ഉണ്ടാകുക, വിദ്യാഭ്യാസത്തിൽ തടസ്സം വരിക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ശനിദശ ചീത്തയായാലുണ്ടാകാം. ശനിദശ നന്നായാൽ അവർക്ക് ആ ശനിദശയും നന്നാവും. പിന്നെ വരുന്നത് ബുധനാണ്. അതും ബുധൻ സൗമ്യനാണ്, സൗമ്യന്മാരിൽ സൗമ്യനാണ് ബുധൻ. വിദ്യയുടെ ആശാനാണ്, തൊഴിൽദായകനാണ്, മറ്റു പലതുമാണ് ബുധദശ വരുന്നു. 17 കൊല്ലം. അത് കഴിഞ്ഞ് 7 കൊല്ലം കേതുദശ വരുന്നു. കൊള്ളില്ല. കേതുദശ ഒരാൾക്കും നല്ലതായി വരില്ല. കേതുവിൽ ആകെ 1-2 അപഹാരങ്ങൾ മാത്രമാണ് നമുക്ക്. ശുക്രന്റെ അപഹാരമോ വ്യാഴത്തിന്റെ അപഹാരമോ അതുപോലെ ചെറിയ 1-2 അപഹാരങ്ങൾ മാത്രമാണ് നമുക്ക് ഗുണഫലം തരിക. 7 കൊല്ലം വരുന്ന കേതു. അത് കഴിഞ്ഞ് 20 കൊല്ലം അവർക്ക് ശുക്രൻ കിട്ടും. ആ ശുക്രൻ നന്നാവാം, ചീത്തയാവാം, ഓരോ ലഗ്നത്തിലും. അതിന് നമ്മുടെ ഈ അധ്യായങ്ങളിൽ കൃത്യമായിട്ട് ഓരോ ലഗ്നത്തിനും ഏതൊക്കെ ഗ്രഹങ്ങൾ നന്ന് ചീത്ത എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഇതാണ്, ഇരുട്ടി തപ്പാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളിതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല, അതിന് കാരണം എന്താണെന്ന് ആരും ആരോടും ചോദിക്കാതിരിക്കാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നത്. അപ്പൊ ശുക്രദശ കഴിഞ്ഞാൽ പിന്നെ ആദിത്യൻ, പിന്നെ ചന്ദ്രൻ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദശകൾ പോയിക്കൊണ്ടിരിക്കും. ഒരാളുടെ ജീവിതചക്രം ഏകദേശം മധ്യമായുസാണെങ്കിൽ 76 വയസ്സ്, 75, 76 വയസ്സ്, പൂർണ്ണായുസാണെങ്കിൽ 84 വയസ്സ്, പിന്നെയും കൂടി വന്നാൽ ചിലപ്പോൾ 100 വയസ്സ് അല്ലെങ്കിൽ 90 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന ആളുണ്ട്. അവർക്കപ്പോ 7 ദശ, 8 ദശ, 9 ദശ വരെയൊക്കെ കിട്ടുന്ന ആളുണ്ട്. അപ്പോ വ്യാഴദശയിൽ തുടങ്ങി മുന്നോട്ട് പോയി ഇങ്ങനെയാണ് ദശകൾ വരുന്നത്. ഇനി വിശാഖം നക്ഷത്രം മേടലഗ്നം ജനിച്ചാലത്തെ സ്ഥിതി എന്താണ്? അവർക്ക് ശനിയും ശുക്രനും ബുധനും പാവനാണ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ദശകളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഈ 3 ദശകള് വലിയ ഗുണം തരില്ല. എന്തുകൊണ്ടാണ് ഗുണം തരാത്തതെന്ന് ഞാൻ എല്ലാ എപ്പിസോഡിലും ആവർത്തിക്കുന്നുണ്ട്. അഷ്ടമാധിപത്യം കൊണ്ടാവാം, 3-ാം ഭാവാധിപത്യം, 2-ാം ഭാവാധിപത്യം, 11-ാം ഭാവാധിപത്യം, കേന്ദ്രാധിപത്യം, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ പാപത്വം വരുന്നത്. ഈ പാപത്വം വന്നാൽ പോലും അവര് ഗുണം തരും. അവര് ബലവാന്മാരോ, സ്വക്ഷേത്ര ബലവാന്മാരോ, അല്ലെങ്കിൽ മാളവയോഗം, ഹംസയോഗം, ഇതുപോലൊക്കെയുള്ള വലിയ യോഗങ്ങൾ തരുന്നവരാണെങ്കിൽ അവർ ഗുണം തരും. യാതൊരു സംശയവും വേണ്ട. ഏകദേശം 50% ഗുണം തരും. അപ്പൊ ഇവരെ ആരാധിക്കേണ്ട ദൈവം ആരാണ്? ഈ മേടലഗ്നക്കാര് ആരാധിക്കേണ്ട ദൈവം ശിവനും മഹാവിഷ്ണുവും. അവരെയാണ് അവർ ആരാധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇടവലഗ്നം വരുമ്പോൾ വ്യാഴവും ചന്ദ്രനും ഇവർക്ക് പാപന്മാരാണ്. ആ പാപത്വമുള്ള ഇവര് ശ്രീരാമനെയും ശിവനെയും ഇഷ്ടദൈവമായിട്ട് ആരാധിക്കാവുന്നതാണ്. മിഥുനലഗ്നം വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുജനും രവിയും വ്യാഴവും പാപനാണ്. അവര് ആരാധിക്കേണ്ട ദൈവം ഗണപതി, ഭഗവതി മുതലായ ദൈവങ്ങളെയാണ് അവര് ആരാധിക്കേണ്ടത്. കർക്കടക ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ പാപനാണ് അവർക്ക്. ശുക്രൻ മാത്രമാണ് പാപൻ. ആ ശുക്രൻ അവർക്ക് വേണ്ടത്ര ഗുണം തരില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ശുക്രൻ മാളവയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ ശരഭയോഗം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പരിധിവരെ ഗുണം തരും. അപ്പോൾ ഇവരെ ആരാധിക്കേണ്ടത് സുബ്രഹ്മണ്യൻ, ഭഗവതി പ്ലസ് മഹാവിഷ്ണു അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ മുതലായവരെയാണ്. ഇനി ചിങ്ങലഗ്നത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ മഹാവിഷ്ണു സുബ്രഹ്മണ്യനുമാണ് ഇവരുടെ ആരാധനാമൂർത്തികൾ. 5ഉം 9ഉം ഭാവം കൊണ്ട് അവർക്ക് ബുധനും ശുക്രനും പാപത്വം വരിക്കും. അപ്പൊ ആ ദശകള് വേണ്ടത്ര ഗുണം തരില്ല. ആ ഗുണം തരില്ല എങ്കിൽ പോലും ഞാൻ അതിന് എക്സെപ്ഷൻ പറയുന്നുണ്ട്, അങ്ങനെ സംഭവിക്കാം. ചിങ്ങലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചന്ദ്രനും വ്യാഴവും ചൊവ്വയും പാപനാണ്. അവരാരാധിക്കേണ്ടത് ആരെയാണ്? ഗണപതി, ഭഗവതി, ശിവൻ. അതാണ് അവരുടെ ആരാധനാമൂർത്തികൾ. തുലാം ലഗ്നത്തെ സംബന്ധിച്ച് വ്യാഴവും രവിയും കുജനും പാപത്വം വരിക്കുന്നു. അവർക്ക് പാപത്വം ഉണ്ടാവുന്നു. ചിലപ്പോൾ ആ ദശകള് വേണ്ടത്ര ഗുണം തരാതെ പോവും. ശിവനും ശ്രീരാമനും അവരുടെ ആരാധനാമൂർത്തികളായി വരും. തുലാം ലഗ്നം വിശാഖക്കാരുടെ എന്ന് അണ്ടർലൈൻ ചെയ്ത് പറയണം, എല്ലാവർക്കും അല്ല. പിന്നെ വൃശ്ചിക ലഗ്നം വിശാഖ നക്ഷത്രം ജനിക്കുന്നവർക്ക് ബുധനും കുജനും ശുക്രനും പാപനായി വരുന്നു. അപ്പോൾ അവരുടെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവും ഭഗവതിയുമാണ്. ധനുലഗ്നം വിശാഖം നക്ഷത്രം ജനിക്കുന്നവർക്ക് ശുക്രനും ശനിയും പാപനായി വരുന്നു. അപ്പോൾ അവർ സുബ്രഹ്മണ്യനെയും ശിവനെയും ആരാധിക്കാം. മകരലഗ്നത്തിന്
ചന്ദ്രനും വ്യാഴവും കുജനും പാപനായി വരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഭാവാധിപത്യം കൊണ്ട്, ആ നേരത്തെ ഞാൻ പറഞ്ഞ ഭാവാധിപത്യങ്ങളോ അല്ലെങ്കിൽ പാപത്തോ ഉള്ളതുകൊണ്ട് അവർ ഗുണം തരാതെ പോകുന്നു. അവര് ഗണപതി, ഭഗവതി, ശ്രീരാമൻ, ഹനുമാൻ മുതലായവരെ ആരാധനാമൂർത്തികളായി സ്വീകരിക്കുക. 5ഉം 9ഉം ഭാവമുണ്ട്. മകരലഗ്നം കഴിഞ്ഞാൽ പിന്നെ കുംഭലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യാഴവും ചന്ദ്രനും പാപത്വം വരിക്കുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അവരുടെ ആരാധനാമൂർത്തികൾ ശ്രീരാമനും ഹനുമാനും ഗണപതിയും ഭഗവതിയുമാണ്. മീനലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനി, ശുക്രൻ, രവി, ബുധൻ മുതലായവരെല്ലാം പല കാരണങ്ങൾ കൊണ്ട് പാപന്മാരാണ്. അവര് ഭഗവതിയെയും സുബ്രഹ്മണ്യനെയും ഇഷ്ടദൈവമായി ആരാധിക്കാം. ഇതാണ് ഓരോ മേടം മുതൽ മീനം വരെയുള്ള ഓരോ ലഗ്നത്തിൽ നമ്മുടെ വിശാഖ നക്ഷത്രക്കാർ ജനിച്ചാൽ അവരെ ആരാധിക്കേണ്ടതും അവരുടെ ജീവിത ചക്രത്തിൽ ഓരോ ദശയിൽ വരുന്നതായ ചില വ്യതിയാനങ്ങളും. ഈ വ്യതിയാനങ്ങൾ മുഴുവൻ മോശമാകണമെന്നില്ല, മുഴുവൻ നന്നാകണമെന്നില്ല. അതെല്ലാം ഓരോ ഗ്രഹങ്ങളുടെ നിപ്പും ജനന സമയവും ഗ്രഹങ്ങളുടെ ശക്തിയും ചന്ദ്രബലവും ഗ്രഹമൗഢ്യവും എല്ലാമായി ബന്ധപ്പെട്ടിട്ട് വേണം. ശാസ്ത്രീയമായാണ് നമ്മൾ പറയുന്നത്. ഇത് വെറും കാക്കാലത്തി കൈ നോക്കി നല്ല കാലത്ത് ഗുണം വരും അമ്മ എന്ന് പറയുന്ന വർത്തമാനം അല്ല ഇത്. ഇത് വളരെ സ്റ്റഡീഡ് ആയിട്ട് വളരെ കൃത്യനിഷ്ഠയോട് കൂടിയാണ് നമ്മളിത് പറയുന്നത്. ഇതിൽ അല്പസ്വല്പം വ്യതിയാനങ്ങൾ ഓരോരുത്തരുടെ ജനന സമയം കൊണ്ട് വരാം, വരാതിരിക്കാം എന്നുകൂടി നമ്മൾ ദയവായി ചിന്തിക്കുക. ഈ എപ്പിസോഡ് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത എപ്പിസോഡുമായി എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഇവിടെ നിർത്തുന്നു. തൽക്കാലം നമസ്കാരം.